السلام عليكم ورحمة الله وبركاته. الله أكبر 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 كبيرا الحمد لله كثيرا فسبحان الله بكرة وأصيلا. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا ولا تكونوا كالتي نقضت عزلها من بعد قوة أنكاثا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈദുൽ ഫിത്ർ സുദിനത്തിലാണ് നമ്മളുള്ളത്. ഈ ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മുടെ കൂടെ ഈ മൈതാനിയിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈദുൽ ഫിത്ർ സുദിനത്തിൽ നമ്മുടെ കൂടെ ഈ മൈതാനിയിലില്ല. നമ്മുടെ പലരുടെയും വീടകങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ വീടകങ്ങളിലില്ല. നമ്മുടെ അയൽക്കാരായി, നമ്മുടെ ബന്ധുക്കളായി കഴിഞ്ഞ ഈദുൽ ഫിത്ർ ദിനത്തിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന പലരും സഹോദരങ്ങളെ ഇന്നവർ വിശ്രമിക്കുകയാണ്. പല ഖബർസ്ഥാനുകളിലുമായി വിശ്രമിക്കുകയാണ്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകി അല്ലാഹു അവരെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും നമ്മയും പ്രത്യേകമായ അനുഗ്രഹം അല്ലാഹു നമുക്കെല്ലാം അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈദുൽ ഫിത്ർ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിന് പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ രണ്ട് ഔദാര്യങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. മടക്കം എന്നാണ് ഈദ് എന്ന പദത്തിനർത്ഥം. റമളാനിലൂടെ ജീവിത വിശുദ്ധി നേടിയെടുത്ത വിശ്വാസികൾ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. ഈദുൽ ഫിത്ർ ദിനത്തിൽ വിശ്വാസി സമൂഹത്തോട് അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകൾ പറയും, ഉദാരനായ റബ്ബിന്റെ സമ്മാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈദ് മുസല്ലകളിലേക്ക് നിങ്ങൾ പുറപ്പെടുക. അള്ളാന്റെ മലക്കുകൾ പറയാൻ, ഉദാരനായ റബ്ബിന്റെ സമ്മാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈദ് മുസല്ലകളിലേക്ക് പുറപ്പെടുക, ഈദ് മുസല്ലകളിലേക്ക് നിങ്ങൾ നീങ്ങുക. എന്തിനുള്ള സമ്മാനങ്ങളാണ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്? അവൻ രാത്രി നിങ്ങളോട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നമസ്കരിച്ചു. അവൻ പകൽ നിങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോമ്പെടുത്തു. മജ്ജയും മാംസവുമുള്ള മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു. അതുകൊണ്ട് നാഥന്റെ പ്രീതിയും പാപമോചനവുമാവുന്ന സമ്മാനം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുക. സഹോദരങ്ങളെ, റമളാനിലൂടെ റബ്ബിന്റെ പുരസ്കാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്
ഇന്ന് ഈ റമളാന്റെ പരിസമാപ്തി എന്നോണം ഈദുൽ ഫിത്ർ ദിനത്തിൽ നമ്മൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത് എന്താണ്? റബ്ബിന്റെ പുരസ്കാരം, പാപമോചനമാവുന്ന, നരകമോചനമാവുന്ന റബ്ബിന്റെ പുരസ്കാരം. ആ പുരസ്കാരം നേടിയെടുത്തതിലെ പുഞ്ചിരിയാണ് സഹോദരങ്ങളെ. നിങ്ങളുടെ മുഖങ്ങളിൽ ഞാൻ കാണുന്നത് അല്ലാഹു തആല നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, നമ്മൾ തൃപ്തിയടയുന്നത് പോലെ തന്നെ അവന്റെ പാപമോചനവും നരകമോചനവും നേടിയെടുത്തവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിലൂടെ റബ്ബിന്റെ തൃപ്തി സമ്പൂർണമായും നേടിയവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പെരുന്നാൾ ദിനത്തിൽ വിശ്വാസി അനുഭവിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നിരവധി പാഠങ്ങൾ പകർന്നു തന്നാണ് റമളാൻ നമ്മോട് വിട പറഞ്ഞത്. അത്താഴവും നോമ്പ് തുറയും സമയബോധം വളർത്തി, നമ്മുടെ സമയബോധം വളർത്തി. വിശപ്പിന്റെ രുചി സഹോദരങ്ങളെ കുറിച്ച് വിചാരമേറ്റി. ഉറക്കമൊഴിച്ചുള്ള രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ ത്യാഗസന്നദ്ധതയുടെ ഗ്രാഫ് ഉയർത്തി. ദീർഘമായ പ്രാർത്ഥനകളിലൂടെ ഹൃദയശുദ്ധി വരുത്തി. ഖുർആൻ പാരായണത്തിലൂടെ മനസ്സിൽ ശാന്തിയുടെ സംഗീതമൊഴുക്കി. വിവിധ നമസ്കാരങ്ങളിലൂടെ, തറാവീഹിലൂടെ, ഖിയാമുൽ ലൈലിലൂടെ ആത്മാവിന്റെ തീർത്ഥയാത്രകൾ നടത്തി. ദൈവഭവനത്തിൽ ഭജനമിരുന്നു കൊണ്ട് നാം നാഥന്റെ വിരുന്നുകാരായി ദാനധർമ്മങ്ങളിലൂടെ സഹാനുഭൂതി വളർത്തി. നോമ്പ് തുറപ്പിച്ച് സാഹോദര്യത്തിന് കരുത്ത് പകർന്നു. സംഘം ചേർന്നുള്ള സൽക്കർമ്മങ്ങളിലൂടെ നമുക്കിടയിലുള്ള ഐക്യവും പരസ്പര സ്നേഹവും നാം ശക്തിപ്പെടുത്തി. ഈ നന്മകളെല്ലാം നേടാനായതിന്റെ ആത്മനിർവൃതിയാണ് പെരുന്നാൾ ദിനത്തിൽ ഓരോ വിശ്വാസിയും അനുഭവിക്കുന്നത്. സഹോദരങ്ങളെ, നാം റമളാനിൽ നേടിയെടുത്ത ഈ ചൈതന്യത്തിന് കൈമോശം വരാതെ ആയിരിക്കണം വിശ്വാസിയുടെ ഇനിയങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഖുർആനിൽ നാം പാരായണം ചെയ്ത, ഖുർആനിൽ നിന്ന് നാം ഓതിയ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വലാ തകൂനു കല്ലത്തി നഖലത് അസ്റഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദാ. ശക്തമായി നൂല് പിരിച്ചതിന് ശേഷം നൂല് അഴിച്ചുവിടുന്ന ആ സ്ത്രീയെ പോലെ നിങ്ങളായി മാറാൻ പാടില്ല. മക്കയിൽ റൈത്വ എന്ന് പറയുന്ന ഒരു ഭ്രാന്തി പെണ്ണുണ്ടായിരുന്നു. പകലന്തിയോളം അവരെങ്ങനെ നൂല് പിരിക്കും. രാത്രിയായി കഴിഞ്ഞാൽ പിരിച്ച നൂല് മുഴുവൻ അഴിച്ചിടും. ഒരു നാറാണത്ത് ഭ്രാന്തന്റെ കഥ പറയുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്ത പണിക്കൊരു വിലയുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, റമളാനിലൂടെ ആത്മീയമായി നാം ധാരാളം വളർന്നു. ശവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആ റമളാന്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. മൻ കാന യഅബുദു റമളാന ഫഇന്ന റമളാന ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും റമളാനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ റമളാൻ അവസാനിച്ചിരിക്കുന്നു. ഇന്നലത്തെ ദിനത്തോടുകൂടി റമളാൻ അവസാനിച്ചു. ഇനി അടുത്ത വർഷമേ റമളാൻ വരുന്നുള്ളൂ. ആരാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത്? അവർ മനസ്സിലാക്കട്ടെ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. റമളാനെ അവസാനിച്ചിട്ടുള്ളൂ, പക്ഷേ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആത്മീയമായ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സഹോദരങ്ങളെ, അതുപോലെ സാമൂഹ്യമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. റമളാൻ മുഴുവൻ നമുക്ക് നോമ്പെടുക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സാധ്യമായതിന് നന്ദി പ്രകാശനമാണ് ഈ ഈദ്ഗാഹിൽ മുഴങ്ങിയ തക്ബീറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചതിന് നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുക. അല്ലാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് 29 ദിവസം നോമ്പെടുക്കാൻ കഴിഞ്ഞതിന്, അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യം നൽകിയതിന് അല്ലാഹുവിനെ നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തക്ബീർ മുഴക്കുക എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മീയത എല്ലാ കാലത്തും പ്രസക്തമായ കാര്യമാണ്. ആത്മീയതയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു കാലവുമില്ല. കാപട്യമില്ലാത്ത ആത്മീയത, സമ്പൂർണ്ണ ചൈതന്യമുള്ള ആത്മീയത എന്നും എന്നും ആവശ്യമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. എപ്സ്റ്റീൻ ഫയലുകൾ മുന്നോട്ട് വെക്കുന്ന ജീർണതയുടെ ഒരു സംസ്കാരമുണ്ട്. അതാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ മുന്നോട്ട് വെക്കുന്ന ജീർണതയുടെ
സംസ്കാരത്തെ പ്രതിരോധിക്കാൻ സഹോദരങ്ങളെ ശരിയായ ആത്മീയതയ്ക്ക്, കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ ആത്മീയതയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. എഫ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന കാലമാണിത്. ലോകത്തെ വൻകിട രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങൾ എഫ്സ്റ്റീൻ ഫയലുകളിലൂടെ ലോകത്തിനു മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചോ എല്ലാ സെലിബ്രിറ്റികളെ കുറിച്ചോ അല്ല പറയുന്നത്, എല്ലാ കലാകാരന്മാരെ കുറിച്ചോ അല്ല പറയുന്ന, ബിസിനസ്സുകാരെ, ഇവരിലെല്ലാം നല്ലവരായ മാതൃകാ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ലോകത്തെ ചില വമ്പന്മാരുടെ വൈകൃതങ്ങൾ വ്യക്തമാക്കുന്നതാണ് എഫ്സ്റ്റീൻ ഫയലുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാലലൈംഗിക കുറ്റകൃത്യങ്ങളിലും അതിനേക്കാളൊക്കെ ഭീകരമായ പല കുറ്റകൃത്യങ്ങളിലും പല വമ്പന്മാരും ഏർപ്പെട്ടതിന്റെ വാർത്തകളാണ് സഹോദരങ്ങളെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്ര മാന്യനും വിശുദ്ധനുമായി നടന്നിട്ടും ഇങ്ങനെയെല്ലാം ആയിരുന്നോ ഇയാളുടെ രഹസ്യ ജീവിതം എന്ന് ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആധുനിക ഭൗതിക സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളും എല്ലാം തന്നെ മനുഷ്യനെ മൃഗീയവും പൈശാചികവുമായ വികാരങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയതയാണ് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്. കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ എന്നതിന് നമ്മൾ അടിവരയിടണം. അങ്ങനെയുള്ള ആത്മീയതയാണ് പരിഹാരം. സഹോദരങ്ങളെ, നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധമാണ് ആ ആത്മീയത എന്ന് പറയുന്നത്. പടച്ചറബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയാന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ഒരു ശക്തി ലോകത്തുണ്ട് എന്നാണ് ഈ ആത്മീയത ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഒരര പോലും കൊടിയുന്നില്ല ആ നാഥൻ അറിയാതെ. സഹോദരങ്ങളെ, ആ ആത്മീയമായ ബോധം തീർച്ചയായിട്ടും എല്ലാത്തരം ജീർണതകളിൽ നിന്നും നമ്മെ സംസ്കരിക്കാൻ ഉതകുന്നതാണ്. എന്നാൽ ഈ ബോധമില്ലെങ്കിൽ മനുഷ്യൻ എഫ്സ്റ്റീൻ വാർത്തകളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് പോലെ അങ്ങേയറ്റം അധപ്പതിച്ചു പോവുകയാണ്. ഖുർആൻ അധപ്പതനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നിശ്ചയം നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണെന്ന് അല്ലാഹു പറയാണ്. തുടർന്ന് അല്ലാഹു പറയാണ്, പിന്നീട് അവനെ അധമന്മാരിൽ അധമനായി മാറ്റുകയാണ്. ശരിയായ ആത്മീയ ജീവിതം നയിക്കുന്നയാളുണ്ടല്ലോ, കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത ആത്മീയ ജീവിതം നയിക്കുന്നയാൾ, അയാൾക്ക് ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തും അല്ലാഹുവിന്റേതായ സമ്മാനമാണ്. അവർക്ക് ദാനമറിയാത്ത പ്രതിഫലമാണ് പടച്ചതമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാലമാണേ സത്യം. മറ്റൊരു വചനത്തിൽ, മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറയാണ്, കാലമാണേ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിശ്ചയം മനുഷ്യർ നഷ്ടകാരികളിൽപ്പെട്ടവനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ശരിയായ കളങ്കമില്ലാത്ത ആത്മീയതയുടെ ഉടമകൾ ഒഴികെ, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒഴികെ, ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒഴികെ, കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ആത്മീയത എല്ലാ ജീർണതകൾക്കുമുള്ള പരിഹാരമാണ്. ലോകം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തരം അധർമ്മങ്ങൾക്കുമുള്ള പരിഹാരമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാൻ പരിസമാപ്തി കുറിച്ചുള്ള ഈദുൽ ഫിത്റിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, റമളാന്റെ പ്രത്യേകത നമുക്കറിയാവുന്നത് പോലെ ഖുർആന്റെ പ്രത്യേകതയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. മനുഷ്യർക്ക് വെളിച്ചമായി ഇറങ്ങിയ മറ്റു വേദഗ്രന്ഥങ്ങളെ പോലെ തന്നെ മനുഷ്യർക്ക് വെളിച്ചമായി സന്മാർഗമായി ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ. മാനവരാശിക്ക് അവതീർണമായ സന്മാർഗത്തിന്റെ വെളിച്ചമാണ് ഖുർആൻ അടക്കമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും. മനുഷ്യരെ ഒന്നിപ്പിക്കുകയും മനുഷ്യർക്കിടയിലുള്ള അസമത്വങ്ങളെയും ഉച്ചനീചത്വങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങളും ഒരേ ഒരു നാഥന്റെ സൃഷ്ടികളും ദാസന്മാരുമാണെന്ന ഏകത്വ സന്ദേശമാണ് ഖുർആൻ ലോകത്ത് വിളംബരം ചെയ്യുന്നത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ പടച്ചതമ്പുരാനെ നിങ്ങൾ വഴിപ്പെടുകയും ഈ പ്രപഞ്ചനാഥന്
നിങ്ങൾ വഴിപ്പെടുകയും കീഴ്പ്പെടുകയും. ആ നാഥന്റെ ദാസന്മാരും സൃഷ്ടികളുമാണ് മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഏകത്വ സിദ്ധാന്തത്തിലൂടെ മനുഷ്യരെ ഏകീകരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും പരസ്പരം ഒന്നായി കാണാൻ അവർക്ക് സാധിക്കണം. എല്ലാവർക്കും പരസ്പരം ഒന്നാണ്, ഒരുമയോടുകൂടി ജീവിക്കണമെന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാവണം. എല്ലാവരും പ്രപഞ്ചനാഥന്റെ ദാസന്മാരാണ്, പ്രപഞ്ചനാഥന്റെ സൃഷ്ടികളാണ്, പ്രപഞ്ചനാഥന്റെ സൃഷ്ടികൾ എന്ന നിലക്കും അതോടൊപ്പം തന്നെ ആ നാഥൻ ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളായി ജനിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ സഹോദരീ സഹോദരന്മാരാണ് മനുഷ്യരെല്ലാവരും. ഒരേ മാതാവിന്റെയും ഒരേ പിതാവിന്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും എന്നാ ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. എല്ലാവരും മാതാവിന്റെയും ഹവ്വയുടെയും മക്കളാണെന്നുള്ള തിരിച്ചറിവ് അത് വല്ലാത്തൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഖുർആൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരറബിക്കും അനറബിയേക്കാൾ മഹത്വമില്ല. ഖുർആന്റെ പ്രഥമ സംബോധിതർ അറബികളാണ്. അപ്പോഴും ഖുർആൻ പറഞ്ഞു ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ യാതൊരു മഹത്വവുമില്ല. ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. ഒരു കറുത്തവനും വെളുത്തവനേക്കാൾ, അതല്ലെങ്കിൽ ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല. മനുഷ്യർക്കിടയിൽ വർണ്ണത്തിന്റെയും അതുപോലെ തന്നെ സാമുദായികവും ജാതീയവുമായിട്ടുള്ള വിവേചനങ്ങളുണ്ടല്ലോ, ആ വിവേചനങ്ങൾ നിലനിൽക്കാൻ പാടുള്ളതല്ലെന്ന വലിയ ആശയത്തെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ലോകത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള വലിയ ആശയം. മനുഷ്യരെ എല്ലാവരെയും അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നും ഖുർആൻ പറയാണ്. വലഖദ് കർറംനാ ബനി ആദം, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ എല്ലാവരെയും ആദരിച്ചിരിക്കുകയാണെന്ന് ഖുർആൻ പറയാൻ. ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളും അതേ സൃഷ്ടാവിന്റെ ആദരവിന് അർഹരായ ആളുകളും ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ സഹോദരി സഹോദരന്മാരുമായ മനുഷ്യർക്കിടയിൽ വംശീയവും വർഗീയവുമായ ഒരു വേർതിരിവും ഉണ്ടാവാൻ പാടില്ലെന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുമയുടെ സാഹോദര്യത്തിന്റെ ആശയമെന്ന് പറയുന്ന സഹോദരങ്ങളെ, ഖുർആനെ നെഞ്ചേറ്റുന്നവർ ആ ഒരുമയുടെ ആ സാഹോദര്യത്തിന്റെ സന്ദേശ പ്രചാരകരായിട്ട് ഇറങ്ങണം സഹോദരങ്ങളെ. രാജ്യത്തും ലോകത്തുമെല്ലാം ഇസ്ലാമോ ഫോബിയും മുസ്ലിം വിരോധവുമെല്ലാം ശക്തിപ്പെടുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. അങ്ങനെ തിന്മയെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമായാൽ അവിടെ ഖുർആൻ പറയാണ് ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം രൂപപ്പെടുന്നതാണ്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലുൻ അലീം. പക്ഷേ ക്ഷമാലുക്കളായ ആളുകൾക്ക് മാത്രമേ, മഹത്തായ ഭാഗ്യം ഉടയവരായ ആളുകൾക്ക് മാത്രമേ ആ സമീപനം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏത് സമീപനം? തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഏറ്റവും ഉന്നതമായ സ്വഭാവം നിലനിർത്താൻ കഴിയണമെങ്കിൽ ക്ഷമാലുക്കളാവണം. പക്ഷേ അത് നിലനിർത്തി കഴിഞ്ഞാൽ ലോകത്തെ ശത്രുത, പരസ്പരമുള്ള ശത്രുത അവസാനിക്കുകയാണ് മനുഷ്യർക്കിടയിൽ. സഹോദരങ്ങളെ, നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം തിന്മയെ നന്മയെ കൊണ്ട് പ്രതിരോധിക്കുന്നതിലൂടെ സാധ്യമാവുമെന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ജനകോടികൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ ചൈതന്യം അനുഭവിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിലുള്ള ഉന്നതമായ പെരുമാറ്റം കാഴ്ചവെക്കാൻ നമുക്ക് സാധ്യമാവുക എന്നുള്ളതാണ് പ്രധാനം. 2020 ലോകത്തോട് വിട പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുറാദ് ഹോഫ്മാൻ എന്നാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ജർമ്മൻ നയതന്ത്രജ്ഞനായിരുന്നു മുറാദ് ഹോഫ്മാൻ. അൾജീരിയയിലെ ജീവിതകാലത്തുണ്ടായ അനുഭവങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ നീക്കിയത്. സഹോദരങ്ങളെ, അൾജീരിയയിലായിരിക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രോഗമായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, വലിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകളൊന്നും മുന്നോട്ട് വരുന്നില്ല. അപ്പോഴാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നുകൊണ്ട് ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ വാഹനത്തിൽ തന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടർ ഭാര്യയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, രക്തം വേണം, അടിയന്തരമായിട്ട് രക്തം വേണം. അന്യദേശത്ത് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന എനിക്ക് ആര് രക്തം നൽകാനാണ് ഇവിടെ
ഈ അൾജീരിയയിൽ എനിക്ക് ആര് രക്തം നൽകാനാണ്? അപ്പോഴാണ് അദ്ദേഹത്തെ വാഹനത്തിൽ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച മുസ്ലിം ചെറുപ്പക്കാരൻ രക്തം നൽകുന്നത്. പ്രത്യുപകാരമായിട്ട് വല്ലതും നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്തെങ്കിലും വേണോ എന്ന് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ആ രക്തം നൽകിയ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഇതെന്റെ മാനവികമായ ബാധ്യതയാണ്. നിങ്ങളുടെ അയൽക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ ദീനീ ബാധ്യത കൂടിയാണിത് എന്ന് പറയാണ് സഹോദരങ്ങളെ. ഇതുപോലുള്ള നല്ല നല്ല ഒരുപാട് അനുഭവങ്ങൾ അൾജീരിയയിൽ വെച്ച് മുറാദ് ഹോഫ്മാൻ എന്ന് പറയുന്ന ഈ ബുദ്ധിജീവി, അതല്ലെങ്കിൽ ആ ജർമ്മൻ അംബാസഡർ അനുഭവിച്ചപ്പോ ആ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു ഇസ്ലാമിന്റെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ തീരത്തെ കണയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, വേറൊരു സംഭവം പറയുന്നുണ്ട്. സൗദി ഗ്രന്ഥകാരനായ ഡോക്ടർ മുഹമ്മദ് അൽ അരീഫി പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പഠനാവശ്യാർത്ഥം ജർമ്മനിയിലേക്ക് പോയി. അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ജർമ്മൻ യുവാവ് താമസിക്കുന്നുണ്ട്. ജർമ്മൻ യുവാവും ഇയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും ജർമ്മൻ യുവാവ് ഈ മുസ്ലിം ചെറുപ്പക്കാരനെ കാണുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി മുഖം കൂർപ്പിച്ചുകൊണ്ട് നോക്കുകയാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണയാകാം അങ്ങനെ നോക്കാനും ഇടപഴകാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ ജർമ്മൻ യുവാവ് ഏതാണെങ്കിലും 2-3 മാസത്തേക്ക് അവിടം വിട്ടു പോവുകയാണ്. അയൽവാസിയായിട്ട് തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ ജർമ്മൻ യുവാവ് നാട് വിട്ടു പോവുകയാണ്. 3 മാസത്തേക്ക് യാത്ര പോവുകയാണ്, ടൂർ പോവുകയാണ്. അറിയിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് എപ്പോഴും പത്രം വരുന്നുണ്ട്. ഈ പത്രങ്ങൾ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കാൻ പാടില്ല. ആ ജർമ്മൻ യുവാവ് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഇത് ക്രമീകരിച്ചു വെക്കണം. ഈ പത്രങ്ങളെല്ലാം ക്രമീകരിച്ചു വെക്കുകയാണ് ഈ സൗദി ചെറുപ്പക്കാരൻ. പത്രങ്ങളെല്ലാം ക്രമീകരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോ ആ ജർമ്മൻ യുവാവ് തിരിച്ചെത്തിയപ്പോ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ യുവാവിന്റെ അടുക്കലേക്ക് സൗദി ചെറുപ്പക്കാരൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ പത്രക്കെട്ടുകൾ വളരെ ക്രമത്തിൽ ഓരോ ദിവസവും വന്ന പത്രങ്ങൾ അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെച്ചുകൊണ്ട് ആ ജർമ്മൻ ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുകയാണ്. ഉടൻ തന്നെ ജർമ്മൻ യുവാവ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട്, നിങ്ങൾ വല്ലതും പ്രതീക്ഷിച്ചാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയാണ്, അല്ല, നിങ്ങൾ എന്റെ അയൽക്കാരനാണ്. അയൽക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് വരുന്ന പത്രങ്ങൾ, നിങ്ങൾക്ക് വരുന്ന പീഡിക്കൽസുകൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് അയൽവാസി എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമായിട്ടാണ് എന്റെ ദീൻ, എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാഠമാണ് ഞാൻ ഇതിലൂടെ പ്രാവർത്തികമാക്കുന്ന സഹോദരങ്ങളെ. അതുവരെ വല്ലാത്ത ശത്രുതയും വിരോധവുമായിരുന്നു ഈ 2 ചെറുപ്പക്കാരും തമ്മിൽ. പക്ഷേ ഈ പെരുമാറ്റത്തോടെ, ഈ അനുഭവം ആ ജർമ്മൻ യുവാവിന് ലഭിച്ചതോടുകൂടി ആ ശത്രുതയെല്ലാം നീങ്ങിയെന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ആത്മസുഹൃത്തുക്കളായിട്ട് ഇവർ 2 പേരും മാറി എന്നാണ് സഹോദരങ്ങളെ ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ പറയുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആ ഒരു അനുഭവം നൽകുക. ജനങ്ങൾക്ക്, ലോകത്തിന്, വിശ്വാസികൾക്ക് ആ രീതിയിലുള്ള അനുഭവങ്ങൾ നൽകാൻ സാധിക്കണം. വിശ്വാസികളുടെ സ്നേഹവും ഗുണകാംക്ഷയും ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ ലോകത്തിൽ നിന്ന് നീങ്ങുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും, സഹോദരങ്ങളെ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും വംശീയാക്രമങ്ങളുടെയും എല്ലാം വാർത്തകൾ നമ്മുടെ രാജ്യത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നിരാശപ്പെടേണ്ടതില്ല, നമ്മൾ ദുഃഖിതരാവേണ്ടതില്ല. അക്രമങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നമ്മുടെ നാട്ടിലെ സഹോദര സമുദായാംഗങ്ങൾ തന്നെ മുന്നോട്ട് വരുന്ന ചില വാർത്തകളും അതോടൊപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 26-ന് ഉത്തരാഖണ്ഡിൽ നിന്ന് കേട്ട ഒരു വാർത്ത മതനിരപേക്ഷ നിലപാടുകാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. ദീപക് കുമാർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തിന്റെ കടയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ നിന്ന് ഒച്ചയും ബഹളവുമെല്ലാം കേൾക്കുന്നത്. വക്കീൽ അഹമ്മദ് എന്ന പേരുള്ള ഒരു വൃദ്ധൻ, ബാബ എന്ന പേരിൽ 30 വർഷമായി ഒരു കട നടത്തുന്നുണ്ട്. ആ കടയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം വന്ന് അഹമ്മദിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ രംഗം കണ്ട് നിശബ്ദനാവാൻ ദീപക് കുമാറിന് സാധ്യമായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ധർമ്മബോധം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. 30 വർഷത്തെ പഴക്കമുള്ള അഹമ്മദിന്റെ കടയുടെ പേര് നിങ്ങൾക്ക് മാറ്റണമല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ സംഘത്തോട്
ദീപക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദീപക് ചോദിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു വന്ന, നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ദീപക് പറഞ്ഞത്, എന്റെ പേര് മുഹമ്മദ് ദീപക് ആണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെയും അയാളുടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെയും അയാളുടെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ തയ്യാറാവാത്ത എത്രയോ ദീപക് നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദര സമുദായാംഗങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അത്തരം സുമനസ്സുകളിലാണ് അല്ലാഹുവിലുള്ള പ്രതീക്ഷയോടൊപ്പം തന്നെ നമ്മുടെ പ്രതീക്ഷയുണ്ടാവേണ്ടത്. അവരാണ് രാജ്യത്തിന്റെ ശക്തിയും മതനിരപേക്ഷതയുടെ പ്രതീക്ഷയും എന്ന് പറയുന്നത്. താൻ ഒരു ഇന്ത്യക്കാരനാണെന്നും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു മുഹമ്മദ് ദീപക്കാണ് തന്റെ പേരെന്ന് ആ വലിയ മനുഷ്യൻ പറഞ്ഞത്, ആ വലിയ മനസ്സിന്റെ ഉടമയായ മനുഷ്യൻ പറഞ്ഞത്. ഇത്തരം സുമനസ്സുകൾ ഉള്ളിടത്തോളം കാലം ഒരു തരത്തിലുള്ള വർഗീയതയ്ക്കും നമ്മുടെ നാടിന്റെ സൗഹൃദത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ, കുടുംബങ്ങൾക്കിടയിൽ, രക്തബന്ധുക്കൾക്കിടയിൽ, അയൽക്കാർക്കിടയിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ആ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. യഥാർത്ഥ കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ, ചാഞ്ചാട്ടമില്ലാത്ത വിശ്വാസത്തിന്റെ, നിസ്വാർത്ഥമായ വിശ്വാസത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ ഇത് മാത്രമല്ല റസൂൽ പറഞ്ഞത്, വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസികളായി മാറുന്നില്ല. മനുഷ്യരെ സ്നേഹിക്കാൻ, മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുവാൻ, യാതൊരു ബാധകളുമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാ പ്രവാചകൻ പറഞ്ഞത്. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബത്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടും. ഏതാണത് കാര്യം? ഏതാണ് കാര്യം? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവരോടും, നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ മുഴുവൻ ആളുകളോടും. ആളുകൾക്ക് അതിന്റെ അർത്ഥമറിയില്ലെങ്കിൽ അർത്ഥമറിയാത്തവരോട് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണ്ട, പക്ഷേ അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. നീ പറഞ്ഞാലും കുഴപ്പമില്ല, അതിന്റെ അർത്ഥം ഇതാണെന്ന് പറയാ. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, ലോകത്തിന് സമാധാനം ഉണ്ടാവട്ടെ, മനസ്സിന് സമാധാനം, കുടുംബത്തിന് സമാധാനം, ലോകത്തിന് സമാധാനം. ഇതാണ് സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇത് തന്നെയാണ് സൗഹൃദത്തോടൊപ്പം, സ്നേഹത്തോടൊപ്പം പെരുന്നാളിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശം കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമാവണം. നമ്മൾ ഇന്നൊരു യുദ്ധമുഖത്താണ്, ലോകം ഇന്നൊരു യുദ്ധമുഖത്താണുള്ളത്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും നേതൃത്വത്തിൽ ഇറാനിൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധക്കളത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആത്മീയ നേതാക്കളെ മാത്രമല്ല, സ്കൂളിൽ ബോംബിട്ടുകൊണ്ട് എത്രയോ പിഞ്ചു പൈതങ്ങളെ കൊന്നുകളഞ്ഞു. മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി നിരപരാധികളെ കടന്നാക്രമിക്കുന്ന സാമ്രാജ്യത്വ സൈനിസ്റ്റ് നിലപാടുകൾ, നിലക്കാത്ത വെടിയൊച്ചകളിലേക്കാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങളെ അടക്കം ആക്രമിച്ചില്ലാതെയാക്കുന്ന സാമ്രാജ്യത്വ സൈനിസ്റ്റ് നിലപാടുകൾ ലോകത്ത് നിലക്കാത്ത വെടിയൊച്ചകൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സഹോദരങ്ങളെ, സമാധാനം പുലരണം എന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥന. ഇറാൻ അങ്ങോട്ട് പോയി ആക്രമിച്ചതാണ്. ഇറാൻ അങ്ങോട്ട് പോയി ആക്രമിച്ചതിനാൽ സാധ്യമാവുന്ന രീതിയിൽ ഇറാന്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തുക എന്നതല്ലാതെ എന്ത് പരിഹാരമാണ് സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ മുമ്പിലുള്ളത്? സഹോദരങ്ങളെ, മുഴു ലോകത്തിനും എതിരുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മൾ അറിയുന്നത് പോലെ അന്താരാഷ്ട്ര
സഞ്ചാരത്തെയും ചരക്ക് നീക്കത്തെയുമെല്ലാം ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധം സാമ്പത്തിക ഊർജ മേഖലകളിലെല്ലാം തന്നെ വൻ ആഘാതങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് നമ്മുടെ നാട്ടിലടക്കം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇനി വിലക്കയറ്റം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് സഹോദരങ്ങളെ. അതിനെല്ലാം പുറമെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ബന്ധുക്കളെ ഓർത്തുകൊണ്ട് കുടുംബങ്ങളുടെ, നമ്മുടെ നാട്ടിലടക്കമുള്ള കുടുംബങ്ങളുടെ മനോവേദനകൾ എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് ഈ ഈദ്ഗാഹ് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു പൂർണ്ണമായ യുദ്ധവിരാമം നീതിപൂർവ്വം സ്വായത്തമാക്കുന്ന രീതിയിൽ സാക്ഷാത്കരിച്ചു തരുമാറാവട്ടെ. അള്ളാഹു പൂർണ്ണമായ യുദ്ധവിരാമം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഴു ലോകത്തിനും സമ്പൂർണ്ണമായ സമാധാനവും നിർഭയത്വവും സുരക്ഷയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ ഖാലിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു കാര്യം പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇന്ന് യൗമുൽ ജുമുഅയാണ്. നമുക്ക് ജുമുഅയുള്ള ദിവസം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസമാണല്ലോ നമ്മുടെ ജുമുഅ. ഇന്നത്തെ നമ്മുടെ ജുമുഅ ആരംഭിക്കുന്നത് 1 മണിക്കായിരിക്കുമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 1 മണിക്കായിരിക്കും ഇന്നത്തെ ദിവസം. സാധാരണ 12:40 നമ്മൾ ആരംഭിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ജുമുഅ ആരംഭിക്കുന്നത് 1 മണിക്കായിരിക്കുമെന്ന് എല്ലാ സഹോദരങ്ങളെയും സഹോദരിമാരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇബാദത്തുകളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാഥൻ അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാകുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും, അതുപോലെ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീകളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ മുത്തഖീങ്ങളും സാലിഹീങ്ങളുമാക്കി അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. എല്ലാത്തരം വഴികേടുകളിൽ നിന്നും നമ്മുടെ യുവാക്കളെ എല്ലാത്തരം അരാജകത്വങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധർമ്മബോധമുള്ള, ധാർമ്മികതയുള്ള യുവാക്കളാക്കി അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും യുവാക്കളെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട യുവാക്കളെ അല്ലാഹു ധാർമ്മിക ബോധമുള്ള യുവാക്കളാക്കി അല്ലാഹു തആല പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നാടിന് ഉപകാരപ്പെടുന്ന സന്താനങ്ങളാക്കി അല്ലാഹു, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന സന്താനങ്ങളാക്കി, സമുദായത്തിന് ഉപകാരപ്പെടുന്ന സന്താനങ്ങളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹ് പടച്ചവരെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. ദുർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മുതിർന്ന
പൗരന്മാർ അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ് എല്ലാവിധ അവശതകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണമേ റബ്ബേ. മാനസികവും ശാരീരികവുമായിട്ട് ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും സമ്പൂർണ്ണമായും നീ ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ രോഗം കാരണം റമളാനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. അല്ലാഹുവേ പടച്ചതമ്പുരാനെ അടുത്ത റമളാൻ ആവുമ്പോഴേക്കെങ്കിലും അല്ലാഹുവേ അവരുടെ രോഗം നീ സമ്പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. ശവ്വാൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അത് സാധ്യമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച